വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടം അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഡ്രസ്സുകളുടെ ഹോൾ വീഡിയോ ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് 399 രൂപയിൽ താഴെ വില വരുന്ന കുർത്ത സെറ്റുകളാണ്. അതായത് കുർത്തയും അതിൻ്റെ ബോട്ടവും ദുപ്പട്ടയില്ല. അപ്പോൾ ഈ കുർത്ത സെറ്റുകളൊക്കെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മീഷോയിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാ കുർത്ത സെറ്റുകളും നമുക്ക് എന്താ പറയുക, കോളേജിലും അതുപോലെ തന്നെ ഓഫീസിലും കാഷ്വലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്ത സെറ്റുകളാണ്. അപ്പോൾ വായിക്കുന്നില്ല, നമുക്ക് ഓരോന്നായിട്ട് കാണാം. വേഗം വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ ഫ്ലോറൽ പ്രിന്റുകളിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. ബേജ് കളറിൽ മൊത്തം ഈ ഒരു ഫ്ലോറൽ പ്രിന്റുകളാണ് വരുന്നത്. പിങ്കും മെറൂണും ഗ്രേയും ബ്ലൂ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് കളറുകളുണ്ട്. അപ്പോൾ ഇതിന് കളർ ചേഞ്ചസ് അവൈലബിൾ അല്ല, ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ലാർജ് ആണ്. അപ്പോൾ അത് ഇട്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് റെഗുലർ ഫിറ്റിൽ വരുന്നതല്ല, സ്ലിം ഫിറ്റിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസിൽ കുർത്ത സെറ്റ് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു സൈസ് അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ടൈറ്റ് ഫിറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, അധികം ടൈറ്റും അല്ല എങ്കിലും ഇങ്ങനെ നോർമലായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെഗുലർ സൈസ് ഓർഡർ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ എന്നാണ് വെബ്സൈറ്റിലുള്ളത്, പക്ഷേ ഇത് കോട്ടൺ ബ്ലെൻഡ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ട്രാൻസ്പാരൻസി നോക്കുകയാണെങ്കിൽ ഇതങ്ങനെ സീ ത്രൂ മെറ്റീരിയൽ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലിപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിക്കുമ്പോൾ 326 രൂപയാണ്. ഈ ഒരു കുർത്ത സെറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ വീനക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിൽ യോക്കിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്തും വൈറ്റ് എംബ്രോയ്ഡറി ഡിസൈൻ വന്നിട്ടുണ്ട്. കുർത്ത മൊത്തം ഈ ഒരു പാറ്റേൺ ആണ്. സ്ട്രേറ്റ് കുർത്തിയാണ്, അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു കുർത്തിയാണ്, ഇടാനൊക്കെ കംഫർട്ടബിൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് കുർത്ത. നല്ലൊരു ഓഫീസ് വെയറാണ്, കോളേജ് വെയറാണ്, റെഗുലർ യൂസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ് എന്ന് പറയുന്നത് ഫുൾ ഇലാസ്റ്റിക്കിൽ വരുന്ന പാൻറ്റാണ്. ഇതൊരു സ്ട്രെയിറ്റ് പാൻറ്റാണ്, പെലാസോ മോഡലല്ല, സ്ട്രെയിറ്റിൽ വരുന്ന പാൻറ്റാണ്. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കറക്റ്റ് ആങ്കിൾ ലെങ്ത് ആയിരിക്കും, ഒരുപാട് ലെങ്ത് ഉണ്ടാവില്ല. പാൻറ്റും സെയിം മെറ്റീരിയൽ തന്നെയാണ്, കോട്ടൺ ബ്ലെൻഡ് ആണ്. ഏതായാലും 326 രൂപയ്ക്ക് വർത്ത് ആണ് ഈ ഒരു സെറ്റ്. അടുത്തത് പിങ്ക് കളറിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. പിങ്കിൻ്റെയും വൈറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കുർത്ത സെറ്റ് മുഴുവൻ. അപ്പോൾ ഇതിന് കളർ ചേഞ്ചസ് ഒന്നുമില്ല, ഈ ഒരു കളറിൽ മാത്രമാണ് ഈ പാറ്റേണിൽ വരുന്ന ഒരു സെറ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോഴേ ഇതിൻ്റെ റേറ്റ് 379 രൂപയാണ്. അതിന് വേർത്താണ് ഈ ഒരു സെറ്റ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സൈസ് ലാർജ് സൈസാണ്. അപ്പോൾ ഇതിട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് റെഗുലർ ഫിറ്റിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ യൂഷ്വൽ സൈസ് ഓർഡർ ചെയ്താൽ മതി. പിന്നെ സൈസ് ചാർട്ട് നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ ഓർഡർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ എന്താണെന്ന് നോക്കണം. അപ്പോൾ ഇത് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ. ഇത് അങ്ങനെ തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കുർത്ത ഡീറ്റെയിൽ ആയിട്ട്, ഈ ഒരു സെറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ ഒരു കുർത്ത വന്നിട്ടുള്ളത്. കുർത്ത മൊത്തം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പാറ്റേൺ ആണ്. പിന്നെ ഇതിലും എംബ്രോയ്ഡറി വർക്ക് അവർ കൊടുത്തിട്ടുണ്ട്, യോക്കിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്തും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കുർത്തിയാണ്, ഡെയിലി യൂസിന് നല്ലതാണ്. നമുക്ക് എന്താ പറയുക, മെഷീൻ വാഷ് പറ്റും കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. ഇതും ഒരു സീ ത്രൂ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. കോട്ടൺ ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ പോളിസ്റ്റർ അല്ല കേട്ടോ. ഞാൻ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ കമൻ്റ് ഇട്ട് കണ്ടിരുന്നു, കോട്ടൺ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ട് അത് പോളിസ്റ്റർ വേറെ തന്നെയാണ്. ഇത് പറഞ്ഞാൽ രണ്ടിൻ്റെയും മിക്സ്, പ്യുവർ കോട്ടൺ അല്ല എന്നാണ്. അപ്പോൾ ഇതാണ് കുർത്ത. ആൻഡ് ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ്റ് ഫുൾ ഇലാസ്റ്റിക്കിൽ വരുന്ന പാൻറ്റാണ്. ഫാബ്രിക് സെയിം മെറ്റീരിയൽ ആണ്. ഇതും ഒരു സ്ട്രേറ്റ് പാൻറ്റാണ്, പെലാസോ അല്ല. നമ്മളുടെ എന്താണ് ആങ്കിൾ ലെങ്ത് വരെ ഉണ്ടാവും ഈ ഒരു പാൻറ്റ്. ആൻഡ് പറയാനുള്ളത് 379 രൂപയ്ക്ക് വേർത്താണ് കേട്ടോ. ഡെയിലി യൂസിന് അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ്. അടുത്തത് ഒരു ഗ്രേഷ് ബ്ലൂവിൽ വരുന്നൊരു സെറ്റാണ്. ഇതിന് കളർ ചേഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടമായത് ഈ ഒരു കളറാണ്. ഇതിലും വൈറ്റ് പ്രിൻറ്റുകളൊക്കെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിക്കുമ്പോൾ 345 രൂപയാണ്. ഇതും ഞാൻ സൈസ് ലാർജ് തന്നെയാണ് എടുത്തത്, സൈസ് ചാർട്ട് നോക്കി തന്നെയാണ്. ഇതും ഒരു സ്ലിം ഫിറ്റിൽ വരുന്നതാണ്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് അപ്പ് ചെയ്യാം. മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുർത്ത ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഗോട്ടാപ്പട്ടി ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. യോക്ക് പോർഷനിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്തും വന്നിട്ടുണ്ട്. സ്ലീവ്സ് 3/4 ആണ്. ബട്ടൺ ഡിസൈനൊക്കെയാണ് യോക്കിൽ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ലീഫ് പ്രിൻറ്റുകളാണ് കുർത്ത മൊത്തം ഉള്ളത്. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കുർത്തിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ്റ് ഫുൾ ഇലാസ്റ്റിക്കിൽ വരുന്നതാണ്. നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ്, പെലാസോ മോഡൽ ഉള്ളതല്ല. ഇതും ആങ്കിൾ ലെങ്ത് വരെ വരുന്ന ഒരു പാൻറ്റാണ്. പിന്നെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ
ഒരുപാട് അങ്ങ് സീ ത്രൂ ഒന്നുമല്ല, പക്ഷെ എങ്കിലും നേരത്തെ തന്നെ കാണിച്ച പോലെയല്ല ഇതിൻ്റെ ഒരു തുണി. കുറച്ചൊരു നേരിയ ടൈപ്പാണ്, തിക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല ഇത്. ഒരുപാട് അങ്ങ് സീ ത്രൂ അല്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിപ്പ് ഇടാം. കാരണം ഇതിൻ്റെ ഒരു കളർ അങ്ങനെയല്ല, ഒരു ഗ്രേഷ് ബ്ലൂ അല്ലേ, അതുകൊണ്ട് നിഴലടിക്കുന്ന പോലൊന്നും കാണില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് ഇടണം തന്നെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇടാം. അങ്ങനത്തെ ഒരു സെറ്റാണ് കേട്ടോ. ഏതായാലും 345 വർത്ത് ആയിട്ടുള്ള ഒരു സെറ്റാണ്. അടുത്തതൊരു വൈറൽ കുർത്ത സെറ്റാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഈ ഒരു കുർത്ത സെറ്റ് ഇട്ടിട്ട് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അത് വൈറ്റും ബ്ലൂവും ഉള്ളൊരു കോമ്പിനേഷനാണ്. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റും ബ്ലാക്കും ഗ്രേ ഒക്കെ വരുന്ന കോമ്പിനേഷനിലുള്ള ഒരു സെറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ്ലെസ് കുർത്തയും പാൻറ്റുമാണ്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 385 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ലാർജ് തന്നെയാണ് എടുത്തത്. ഇതും സ്ലിം ഫിറ്റിൽ വരുന്നൊരു കുർത്ത സെറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് അപ്പ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്ലീവ്ലെസ് ഇടാൻ മടിയുള്ളവർക്ക് വൈറ്റ് നെറ്റിൻ്റെ ഷ്രഗൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് കുർത്ത. ഇതും കോട്ടൺ ബ്ലെൻഡിലാണ്. അങ്ങനെ ഒരുപാടായിട്ടുള്ളത് ചെറിയൊരു ബ്ലെൻഡ് ഉണ്ട് ഇതിന്. നേരിയതായിട്ടുള്ളതാണ്. വേണമെങ്കിൽ സ്ലിപ്പ് ഇടണം നിർബന്ധം ഉണ്ടെങ്കിൽ ഇടാം. കുറച്ചൊരു നേരിയ ടൈപ്പിൽ വരുന്നൊരു കുർത്തിയാണിത്. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. സ്ലീവ് വരില്ല കേട്ടോ. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കുർത്തിയാണ്. നല്ല കംഫർട്ടബിളാണ് ഇടാനൊക്കെ. നല്ല സ്ലിം ഫിറ്റ് ആണെങ്കിൽ കൂടി നല്ല കംഫർട്ടബിളാണ് ഇടാൻ. ഇതാണ് സെറ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഒക്കെ നിങ്ങൾ പാരി ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ്, ഇതും ഫുൾ ഇലാസ്റ്റിക്കിൽ വരുന്ന പാൻറ്റാണ്. ഇതാണ് പാൻറ്. പാൻറ്റിൻ്റെ അറ്റത്ത് എംബ്രോയിഡറി വർക്ക് ഉണ്ട്. അതുപോലെ കുർത്തയുടെ ഈ ഒരു പൈപ്പിംഗ് പോലെ ഇവർ ത്രെഡ് വർക്ക്, അതായത് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് സെയിം ഗ്രേ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മെഷീൻ വാഷിന് പറ്റുന്ന തരത്തിലുള്ള സെറ്റാണ്. ഇതിൽ കാര്യമായിട്ട് വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഫ്ലോറൽ പ്രിന്റുകൾ തന്നെയാണ് കുർത്തയും പാൻറ്റും. ഇതൊരു നമുക്ക് വേണമെങ്കിൽ ഒരു കോഡ് സെറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ഇനിയുള്ളത് ലാസ്റ്റ് കുർത്ത സെറ്റാണ്. റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. നേവി ബ്ലൂ കുർത്തയും അതുപോലെ വൈറ്റ് പാൻറ്റും. ഇതിന് കളർ ചേഞ്ചസ് ഉണ്ട്. പിന്നെ 3XL വരെ സൈസ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. ഞാൻ എടുത്തിരിക്കുന്നത് XL ആണ്. കാരണം ലാർജിൻ്റെ അളവ് വരുന്നത് XL ആണ് ഞാൻ നോക്കിയപ്പോൾ. പിന്നെ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് 396 ആണ്. ഇതിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഈ ഒരു മോഡൽ നിങ്ങൾ ചിലപ്പോൾ മുന്നേ കണ്ടിരിക്കും. കാരണം ഈ ഒരു മോഡൽ വന്നിട്ട് ഏതായാലും കുറച്ച് കാലമായി. ഈ ഒരു കുർത്ത ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മൊത്തം ഫോയിൽ പ്രിൻറ്റുകളാണ്, ഗോൾഡൻ പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത്. യോക്കിൽ സീക്വൻസും മിറർ വർക്കും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതിങ്ങനെ കെട്ടാനുണ്ട്. കഴുത്തൊക്കെ ഇങ്ങനെ കുറച്ചൊരു കേറിയ ടൈപ്പിലാണ് കഴുത്ത് വന്നിട്ടുള്ളത്. 3/4 സ്ലീവ്സിൽ വരുന്നതാണ്. മൊത്തം ഗോൾഡൻ പ്രിൻറ്റുകളുടെ ഒരു മയമാണ്. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കുർത്തയാണിത്. പിന്നെ ഇതിൻ്റെ യോക്കിൽ ഇതുപോലെ മിറർ വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കൊക്കെ വരുന്നത് കൊണ്ട് നിങ്ങൾ ഹാൻഡ് വാഷ് ചെയ്താൽ മതി. ചിലപ്പോൾ മെഷീൻ വാഷ് ഇടുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ത്രെഡൊക്കെ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ റേറ്റും അത്രയാണ്, ഒരു 300 സംതിങ്ങിനാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ അത്രമാത്രം ഭയങ്കരമായിട്ട് സ്റ്റിച്ചിങ് ഒന്നും നല്ലതായിരിക്കില്ല. അപ്പം ശ്രദ്ധിച്ച് വേണം വാഷ് ചെയ്യാൻ. പിന്നെ ഇതൊരു എത്നിക് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റാണ്. ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഖാദി മെറ്റീരിയൽ അതിൻ്റെയൊക്കെ പോലത്തെ പാൻറ്റാണ്. പക്ഷേ ഇത് ഒറിജിനൽ ഖാദി ഒന്നുമല്ല. ഇതാണ് പാൻറ്. എന്തിനാണെന്നറിയില്ല, ഇതിന് ഗോൾഡൻ ബീഡ്സിൻ്റെ ഒക്കെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രോ സ്ട്രിങ്ങിന് ഇലാസ്റ്റിക്കിൽ വരുന്നതാണ്. പിന്നെ ഡ്രോ സ്ട്രിങ്ങും കൂടി ഉണ്ട്. പാൻറ് സ്ട്രെയിറ്റ് പാൻറ് തന്നെയാണ്. പിന്നെ ഇത് ട്രാൻസ്പെറൻസി നോക്കുവാണെങ്കിൽ ഒരുപാടങ്ങ് സീ ത്രൂ അല്ല, എന്നാലും കുറച്ച് സീ ത്രൂ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു കുർത്തയുടെ സൈഡ് സ്ലിറ്റ് ഹിപ്പിന് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമല്ല. കുറച്ച് താഴോട്ടല്ലേ കാണും. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഫിനിഷിങ്ങും ഒന്നും എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിന് പോക്കറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ, സൈഡ് പോക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുർത്ത ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു പാൻറ് പ്രശ്നമില്ല. നിങ്ങളുടെ കയ്യിൽ വേറെ പാൻറ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അല്ലാണ്ട് ഇതൊരു 396-ന് ഈ ഒരു ഫുൾ സെറ്റ് എനിക്ക് അത്ര വേർത്തായിട്ട് തോന്നുന്നില്ല. ഇത് കുഴപ്പമില്ല, മെറ്റീരിയലൊന്നും കുഴപ്പമില്ല. ആ ഒരു 396-ൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ പാൻറ് എനിക്ക് കിട്ടിയതിൻ്റെതാണോ എന്നറിയില്ല. ഇതിൻ്റെ സ്റ്റിച്ചിങ് അത്ര പോരാ.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ചോയ്സാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സെറ്റിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സജഷൻസ്, എങ്ങനത്തെ ടൈപ്പ് വീഡിയോകളാണ് വേണ്ടത്, എങ്ങനത്തെ ടൈപ്പ് ഡ്രസ് ഹോളുകളാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്താലും നിങ്ങൾ ആക്റ്റീവായിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും മാത്രമേ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ. അതുവരേക്കും ബൈ.